ഇത് ഡിഫറെൻ്റ് ആയിട്ട് വേഷം തരുന്നത് അതിൻ്റെ രഞ്ജിയേട്ടനാണ്. പിന്നെ ബാവുട്ടിയുടെ നാമത്തിൽ. ബാവുട്ടിയുടെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ആദ്യം കൺട്രോളർ വിളിച്ച് പറയുന്നു, ചേട്ടാ ഇങ്ങനെ GS വിജയേട്ടൻ്റെ ഒരു പടം രഞ്ജിയേട്ടൻ എഴുതുന്നത്, മമ്മൂക്ക ഹീറോ, അതിലൊരു നല്ല വേഷമുണ്ട്, ചേട്ടൻ ചെയ്യണം. എന്ത് വേഷമാണ് അത്? ചേട്ടൻ ഇതുവരെ ചെയ്യാത്തൊരു വേഷമാണ്. ഞാനപ്പോൾ അതിങ്ങനെ പിന്നെ ഞാൻ അപ്പം തന്നെ ഈ ചെയ്യാത്ത വേഷം എനിക്ക് അങ്ങോട്ട് ഇതായി, വിഷമമായി, ഇതെന്തായിരിക്കും എന്നുള്ളത് ഭയങ്കര ആകാംക്ഷ കൂടി. അങ്ങനെ GS വിജയേട്ടനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, ചേട്ടാ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ എന്താണ് ആ വേഷം? അത് ഇന്നുവരെ അച്ഛൻ ചെയ്യാത്തൊരു വേഷമാണ്. അങ്ങനെ ഞാൻ ഈ ഷൂട്ടിങ്ങിൻ്റെ അന്ന് വരെ ടെൻഷനാണ്. അപ്പോൾ ഡയറക്ടർ ചോദിച്ചു, ബുള്ളറ്റ് ഓടിക്കുമെന്ന് വെച്ചു. ബുള്ളറ്റ് ഓടിക്കുമെന്ന് വെച്ചു. ഞാൻ ബുള്ളറ്റ് ഓടിക്കാം, പക്ഷെ ഞാൻ ഓടിച്ചിട്ടില്ല. ടൂ വീലർ ഓടിക്കും, പക്ഷേ ഞാൻ ബുള്ളറ്റ് ഞാൻ ഓടിക്കാതെ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ പഠിച്ചെടുത്തു. അത് ഭയങ്കര വെയിറ്റ് അല്ലേ, എൻ്റെ ആരോഗ്യത്തിന് പറ്റിയ. അങ്ങനെ ഞാൻ പിന്നെ ആ പടത്തിൻ്റെ പേരാണ് ബാവുട്ടിയുടെ നാമത്തിൽ എന്നുള്ളത്. ആ പടം ഞാൻ ലൊക്കേഷനിൽ വന്നു, ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ബുള്ളറ്റൊക്കെ ഓടിക്കും. ഞാൻ വരുമ്പോൾ രഞ്ജിയേട്ടനോടും ചോദിച്ചപ്പോൾ രഞ്ജിയേട്ടൻ പറഞ്ഞാൽ എന്താണെന്നറിയാമോ, അശോകൻ ചെയ്യാത്തൊരു വേഷമാണ്. ഇത് തന്നെ പറഞ്ഞത്. ഇത് കഴിഞ്ഞ് ലൊക്കേഷനിൽ വന്നു, ലൊക്കേഷൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ രഞ്ജിയേട്ടൻ ഇരിപ്പുണ്ട്. ഞാനിങ്ങനെ അശോക് എന്ന് വിളിക്കുള്ളൂ എന്നെ. വിളിച്ചപ്പോൾ ഞാൻ ചെന്നിട്ട് വാ ഇരിക്കുക എന്ന് പറഞ്ഞു. അപ്പം ഞാനിത് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ കുതിച്ചൊക്കെയാണ്. ഞാൻ ചോദിച്ചു, ചേട്ടാ ഇത് എന്താണ്? ഞാൻ കഥ പറയാം. ഓക്കെ. ബാവുട്ടിയുടെ നാമത്തിൽ തന്നെ പടത്തിൽ എൻ്റെ ക്യാരക്ടർ അലവി എന്ന് പറഞ്ഞ ക്യാരക്ടർ അവിടെ വെച്ച് പറയണേന്ന്. അവിടെ വെച്ചാണ് പറയണത്. ഇതാണ് ഈ ക്യാരക്ടർ. മീശ പഠിക്കാൻ ഞാൻ മീശയെ താടി എന്തോന്നും പഠിക്കാം. കഥ പറയണം. അത് കഴിഞ്ഞിട്ട് കഥ പറയണം. ആ താടി മീശയൊക്കെ മീശ പഠിക്കാൻ പറ്റും. ഞാൻ മീശയിലെ താടിയിലെ മുടിയുള്ളത് ഞാൻ പഠിക്കാന്ന് പറഞ്ഞു. കഥ ഒന്ന് പറയാമെന്ന് ചേട്ടനെ വിളിച്ച് കഥ പറഞ്ഞു. ഈ രഞ്ജിയേട്ടൻ കഥ പറഞ്ഞിട്ട് നമുക്ക് ഇടുങ്ങി പോകും. കഥ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കരുത്, തളർന്നു പോയി. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് ഞാൻ ചെയ്യൂ, എനിക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പം എന്നോട് പറഞ്ഞത് അശോകനെ ചെയ്യൂ കഥാപാത്രം. അതായത് എയർപോർട്ടിലൊക്കെ ഇങ്ങനെ ഡോളർ ചേഞ്ച് ചെയ്ത് നടക്കുന്ന ആൾക്കാരുണ്ട്. ചില മുക്കാ പാൻ്റ് ഉണ്ടാവുള്ളൂ, പാൻ്റകത്ത് അങ്ങനെ വേണം സാധനം പിടിക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടെ പറഞ്ഞു തന്നു. കളിച്ചു. അങ്ങനെയാണ് കളിക്കുന്നത്.